ഉണ്ടെന്ന് മാത്രം, അതിന് ചിലവൊന്നുമില്ലല്ലോ. അതിന് അധ്വാനിച്ച് നോക്കണം, ഏതൊരു കാര്യത്തിനെയും ചെയ്തു നോക്കണം. പറയാൻ വേണ്ടി പ്രയാസമില്ല, നല്ല സംഗതിയാണ്. വേഗം അബ്ദുൾ റഷീദ് ഹാജി ദർഗയുടെ പ്രസിഡൻ്റായി. നമ്മളെല്ലാവരും സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു സ്ഥാപനത്തിൽ വലിയൊരു ദർഗ ഉള്ളോട്. ദർഗ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ, ദർഗയിൽ ഭിക്ഷാധിപതി അവൻ ഭിക്ഷ ചെയ്ത ഓടെയെങ്കിലും പീടികയില്ല, അങ്ങാടിയില്ല, പുരയില്ല പോയിട്ട് ഭിക്ഷാക്കിയ പൈസ ഇട്ടതിന് ലക്ഷാധിപതി ഇരുന്നിട്ട് എണ്ണുന്നു. പിന്നെ അതിലേക്ക് സ്റ്റിക്കർ ഇടുന്ന, നോട്ടായെങ്കിൽ ചില്ലറായെങ്കിൽ തൂക്കിട്ട് കൊടുക്കുന്നു അല്ലേ. പക്ഷെ അങ്ങനെയുള്ള വലിയ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ദർഗൻ്റെ ഇതായിന്ന് മാത്രമല്ല, ഞങ്ങൾക്കുള്ള സന്തോഷം എന്തെന്ന് പറഞ്ഞെങ്കിൽ ഹക്കായ പോലെ നടക്കുന്ന, ഹക്ക് പോലെ യാതൊരു വഞ്ചനയില്ലാതെ സത്യമായി നടക്കുന്ന ഒരു സംഘടന അതായിട്ട് മാറട്ടെ, അതിനുള്ള പ്രസിഡന്റായിട്ട് മാറട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത്രമാത്രം നമുക്കുള്ള വേറൊന്നുമില്ല. എസ്കേൻ്റെയാണ് അങ്ങനെ ചില അങ്ങനെയില്ല, ആ ഭാവമേ ഇല്ല. എങ്ങനെ സത്യമായിരിക്കണം. ദർഗ നമ്മളെ കയ്യിൽ കിട്ടി, ഇനി ദർഗയില്ല മുക്കാൻ നിന്നിട്ട് അങ്ങനല്ല, ഇനി മുക്കുന്നവരെ പിടിക്കാനായിരിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് ചെയ്ത് തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുടുംബക്കാരനും കൂടിയാണ് റഷീദ് ഹാജി, ചിലക്കാരനാ വാസ്തവത്തിൽ. അൽഹംദുലില്ലാഹ് അതിന് പ്രവർത്തിക്കുന്ന എല്ലാ ഫാറൂഖ് എല്ലാവരും നല്ല അവർ ഇഖ്ലാസോടുകൂടെ, പൊസപ്പള്ളിയിലുണ്ടായ എല്ലാ ആളുകളും നല്ല ഇഖ്ലാസോടുകൂടെ ഒരു ഇതില്ലാണ്ട് എല്ലാ കഷ്ടത്തിനും സഹിച്ച് ത്യാഗം ചെയ്ത്, അപ്പോൾ സബൂർ ചെയ്തപ്പോൾ അതിൻ്റെ ഫലം കിട്ടി. അതേ പ്രകാരം എല്ലാത്തിനും സബൂർ വേണം. അസ്സബുർ ഇൻ ദ സദമത്തിൽ ഊല, അതാണ് സുന്നി സന്ദേശത്തിൻ്റെതും. സുന്നി സന്ദേശം ഇതുവരേക്കും വന്ന് ഖാസിം ഉസ്താദ് പറഞ്ഞതുപോലെ മഹത്തായ സമസ്തയുടെ പണ്ഡിതന്മാരുടെ ആ ഇഖ്ലാസും ആ പ്രവർത്തനവും, സമസ്തക്ക് 90 വർഷമായി സമസ്ത, ആ സമസ്തക്ക് ഇതുവരേക്കും ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ 14 കൊല്ലമായി സുന്നി സന്ദേശത്തിന് ഒരു ബാങ്കിൽ 10 പൈസ വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫർ തന്നെ ഇത് അസിൽ തന്നെ വരും. നല്ലത് നല്ലതായിട്ടേ വരും. അസിൽ വിടക്കായാൽ മരം മാലിയാൽ നേലും മാലും. അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥമായി ഐക്യത്തോടുകൂടെ, എനിക്ക് പറയാനുള്ളത് അത് മാത്രം, ഐക്യം, ഇത്തിഫാഖ്, സത്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അതിനു വേണ്ടി അള്ളാഹു തആല ഈ സംഘടന പ്രവർത്തിച്ചവർ ഇന്നൊരുപാട് കാര്യങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, മരണപ്പെട്ടു പോയ ആലിമീങ്ങളെ, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ചെർശ്ശേരി ഉസ്താദ്, അതേപ്രകാരം കോയക്കുട്ടി ഉസ്താദ് പോലെയുള്ളവരെ അനുസ്മരണ, റമദാനിൻ്റെ അതിലേക്കുള്ള സ്വാഗതം, അതേപ്രകാരം ഇവർക്ക് സ്വീകരണം. ഇത് സ്വീകരണങ്ങൾക്കെല്ലാം കഴിഞ്ഞു, പിന്നെ അനുസ്മരണങ്ങളും നടക്കുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട പൂക്കോട്ടൂർ വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത് ഇൻഷാ അല്ലാഹ് പ്രഗത്ഭരായ പല ആളുകളുടെയും ആശംസകളും ഉണ്ടാവും. അതുകൊണ്ട് ഈ സാധുവായ ഞാൻ പോണ്ടിയവനാണ്, പിന്നെ ഇത് പറഞ്ഞതുകൊണ്ട് ഇന്നതല്ലാണ്ട് കുറച്ച് ആളിങ്ങനെ കുറവായിട്ട് കാണുന്നത്. ഹൊസങ്കടിലും വലിയൊരു പരിപാടിയുണ്ട്. അല്ലാഹു തആല അവൻ്റെ ദീനിനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും പരിപൂർണമായി വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാർ അല്ലാഹു തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വകയുള്ള ആശംസകളും നേർന്നുകൊണ്ട് വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതേപോലെ ദർഗ കമ്മിറ്റിയുടെ ഫാറൂഖുല്ലാൽ അയാളും ബഹുമാനപ്പെട്ട മിത്തബൈൽ ഉസ്താദ് ഷാലിട്ട് സന്മാന കൊണ്ടു ചെന്നൊരുക്കിയവരുടെ ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദർഗ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹാജി ബാവ മുഹമ്മദ് അയാളും ബഹുമാനപ്പെട്ട മിത്തബൈൽ ഉസ്താദ് ഷാലിട്ട് സന്മാന കൊണ്ടു ചെന്നൊരുക്കിയവരുടെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതേപോലെ ദർഗാ സമിതിയുടെ ഇന്നർ സദസ്യ അബ്ദുൽ ഹമീദ് കോടി അയാൾക്കും ബഹുമാനപ്പെട്ട ഷെയ്ഖുന മിത്തബിൽ ഉസ്താദ് ഷാലിട്ട് സന്മാനാക്കുന്ന ചൊന്നൊരുക്കിയിട്ടുള്ള ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി നമുക്ക് വേണ്ടി ഉപദേശം നൽകാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന മിത്തബിൽ ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
وقد قال الله سبحانه وتعالى في كتابه المجيد لقد كان لكم في رسول الله أسوة حسنة صدق الله العلي العظيم. ബഹുമാനം നിറഞ്ഞ വിലമക്കന്മാരെ, നേതാക്കന്മാരെ, ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ പ്രിയം നിറഞ്ഞ സമസ്തയുടെ അഭിമാനികളെ, നാം ഈ ചേർന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പ്രവർത്തനമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും പരലോക വിജയവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാൽ ഈ നടത്തി വരുന്ന ഈ സമ്മേളനം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലൂടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളെല്ലാം നേരത്തെ സമസ്ത നേരിട്ടിട്ടുണ്ട്. അതിനെല്ലാം അതിജയിച്ചുകൊണ്ട് സമസ്ത ഇന്ന് 90-ാം വാർഷികം നല്ല ഭംഗിയായ നിലയിൽ നടത്തിയും കൊണ്ട് ലോകത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൽ അതുപോലത്തെ ഒരു സംഘടന ഇന്ന് നിലവിലില്ല. അതുപോലത്തെ വലിയ മഹത്തായ ഒരു പ്രസ്ഥാനമായിട്ടുണ്ട്. അതിൽ ഇനി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ദീനുൽ ഇസ്ലാമിന് വേണ്ടി, ശരീഅത്തിനെ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ്. ഇസ്ലാം ദീനിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഏത് നിലയിലുള്ള വെല്ലുവിളിയെ നേരിടാൻ വേണ്ടി സജ്ജമായിരിക്കുന്ന ഒരു വലിയ മഹത്തായ സംഘടനയാണ്. ഉള്ളുന്നാവട്ടെ പുറത്തുനിന്നാവട്ടെ, വിശ്വാസപരമായിട്ടാവട്ടെ പ്രവർത്തനപരമായിട്ട്, അമലിയാത്ത തിരിയാത്ത എല്ലാം ഏത് നിലയിലുള്ള പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ തനതായ രൂപത്തിൽ ലോകത്തിൽ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കുക എന്നുള്ള അള്ളാഹുവിൻ്റെ ശരീഅത്തുൽ ഇസ്ലാം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി, അത് നടന്നു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന വലിയൊരു സംഗതിയാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീൻ ഏത് മുക്കിലും മൂലയിലും അത് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സന്തോഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. തങ്ങൾ കാണിച്ച ആ മാതൃക ഭൂമിയിൽ നിലനിൽക്കണം ഖിയാമത്ത് നാൾ വരെ. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ദീനുൽ ഇസ്ലാമിൻ്റെ തനതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം എല്ലാവർക്കും ഓരോ പുസ്തകമായിട്ടോ ഒരു ലഘുലേഖയായിട്ട് ഇറക്കി കൊടുത്തതല്ല. അള്ളാഹു അവൻ പടച്ച പടം പറ്റുന്ന ഒരാളെ തിരഞ്ഞെടുത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതിന് പാകതയുള്ള, പക്വതയുള്ള, അതിന് യോജ്യമായ ഒരു വലിയ മഹത്തായ ഒരാളെയാണ് അള്ളാഹു പ്രവാചകനായി നിയമിച്ചിട്ടുള്ളത്. ആ പ്രവാചകനെ ചോദ്യം ചെയ്യാൻ പോലും ഈ ലോകത്തിൽ ആർക്കും സാധ്യമില്ല. അത്തരക്കും പരിപൂർണമായതിൽ എല്ലാ സൽഗുണങ്ങളും ഒരുമിച്ച് കൂടിയ ആളാണ്. ഈ ഭൂമുഖത്ത് അള്ളാഹു പടച്ച പടപ്പുകൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ അള്ളാഹു കാണിച്ചിട്ടുണ്ട്, അതെല്ലാം സമ്പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി നിയമിച്ചതാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മകാരിമുൽ അഖ്ലാഖ് നല്ല നടപടിക്രമങ്ങൾ മനുഷ്യരാശിക്ക് അള്ളാഹു എന്തെല്ലാം കാണിച്ചിട്ടുണ്ട് അതിനെല്ലാം പരിപൂർണമായതിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിക്കപ്പെട്ടത്. ആ തങ്ങൾ കൊണ്ടുവന്ന ആ ദീന് അവിടുത്തെ സഹായമാർ പൂർണ്ണമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇതിനെ കൊണ്ടുവന്നു. അത് അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളായ കൊണ്ടതിനെ പകർത്ത് അവരുടെ വളരെ തീവ്രമായ ശ്രമം, രാത്രി പകൽ വ്യത്യാസമില്ലാണ്ട് നമുക്ക് 100 ആളെ കൊണ്ട് പ്രവർത്തിക്കാൻ സാധ്യമല്ല, 1000 ആളെ കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധ്യത. അത്തരക്ക് വലിയ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ എന്ന ഇതിബിരിക്കുള്ള മഹാസമുദ്രങ്ങളായ ആ മഹാന്മാർ ഈ ശരീഅത്തിന്റെ നിയമങ്ങളെ ക്രോഡീകരിച്ച് ഗ്രന്ഥങ്ങളാക്കി ക്രോഡീകരിച്ച് ഖിയാമത്ത് നാളിൽ നിലനിൽക്കുന്ന ഒരു നിയമവലിയ സംഹിതയായിട്ട് അതിനെ ക്രോഡീകരിച്ച് ചേട്ടപ്പെട്ട വക്തം അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്തക്കെല്ലാം ജമിയത്തിൽ അടിസ്ഥാനമായ തത്വം. അതാണ് ആ നിലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനം അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ അതിന് വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നിലയിലുള്ള വിജയങ്ങളും നേരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ സുഹൃത്തുക്കൾ ഇപ്പം തന്നെ ഇവിടെ സ്വീകരണം കൊടുത്ത ഉള്ളാള മേഖലയിലുള്ള അവർ കടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടില്ലെങ്കിലും അവരിതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആ പൂർണ്ണമായ നിലയിലേക്ക് വരണം. ഭാഗികമായിട്ടില്ല, പൂർണ്ണമായ നിലയിൽ എല്ലാ പഠനവും വിദ്യാഭ്യാസ ശിക്ഷണ രംഗത്തിലാണ്. ഇതിന് അടിത്തറവുള്ള ശിക്ഷണത്തിലാണ്.
അതിലാണ് നമ്മളെ വിശ്വാസം ആദർശമല്ലേ നമ്മൾ പറയുന്നത്. അതിനാണ് ആ നെല്ല് പൂർണ്ണമായിട്ട് കടന്നു വരാൻ അള്ളാഹു അവർക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആയതുകൊണ്ട് നിങ്ങളെ ഈ പ്രവർത്തനം എല്ലാവരിലെ വിജയങ്ങളും ഞാൻ നേർന്നുകൊണ്ട് ഈ രണ്ട് വാക്കിൽ ഞാൻ ഒഴിവാകുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ಅದರ ಕಾರಣ ಮುನ್ನಲು ಸರಿ ಸುಮಾರು 20 ವರ್ಷಕ್ಕೆ ಮುನ್ನಲು ಇದೇ ಜಾಗಲು ಅಲ್ ಮುಸ್ತಕೀಮ್ ಚೆನ್ನಿಟ್ಟರು ಪೇಪರ್ ಬಿಡುಗಡೆ ಆಯ್ತಿಂತು. ಅದು ಚೆಮ್ಮೆ ಕಾರಣത്തിൽ ಅದು ഒരു ವರ್ಷ അവിടെ കാണാൻ മുന്നലെ എച്ചനംസ അത് നീണ്ടുപോയിട്ട്. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട സമസ്തത്തെ നേതാക്കന്മാർ, ആലിമ്യങ്ങൾ, ആരിഫീങ്ങൾ, സാദാത്യങ്ങളെ ആശീർവാദത്തിൽ നല്ല വ്യവസ്ഥിത രൂപത്തിൽ ചെമ്മ ആലോചനാക്കിയിട്ട് പട്ടോരി ഉമർ ദാരിമി, മുസ്തഫ ഫൈസി കിന്യ, അതേപോലെ ഹൈദർ ദാരിമി കല്ലടുക്ക, അതേപോലെ സിദ്ദിഖ് ഫൈസി കറായ, അങ്ങനെ 4-5 ആളുമാർ മാത്രം ಸೇರಿಟ್ಟು തുടങ്ങിയ സുന്നി സന്ദേശ ചെല്ലുടെ പേപ്പർ ഉണ്ട്. അല്ലാഹുടെ അനുഗ്രഹം കൊണ്ടിട്ടു നൗഷാദ് ഹാജി സൂറൽപാടിയും അതേപോലെ സിതാർ മജീദ് ഹാജിരെ പോലത്തെ ആളുമാർ ಇದಕ್ಕೆ സഹಕಾರಾക്കിയുಂಟು 14 ವರ್ಷത്തെ സംരംഭത്തിൽ ಇಂದು ನಿಂತಿಟ್ಟುಂಡು സുന്നി സന്ദേശ പേപ്പർ. മാഷാ അല്ലാ, ചൊമ്മെ കഷ്ടത്തിലായിട്ടിക്കട് ഈ 14 വർഷത്തോളം ബന്നത് മുപ്പട്ടെ ബഹുമാനപ്പെട്ട ഉമർ ദാരിമി സൂചന ആക്കിയതുപോലെ ചൊമ്മെ അധ്വാനിച്ചത് ഈ പേപ്പർ ഒന്ന് നിലനിൽക്കുകയാനായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏത് നിർദ്ദേശം ഉണ്ടോണ്ട് കണ്ടെങ്കിലും എന്ത് ബിസ ഉണ്ടോണ്ട് കണ്ടെങ്കിലും ആയത്ര വേഗത്തിൽ അത് വിതരണാക്കിയിട്ട് ജനസമുദായത്തെ മുന്നിൽ എത്തിപ്പാടി കൊടുത്തോണ്ടുള്ള സുന്നി സന്ദേശ സുന്നത്ത് ജമാഅത്തിലെ തനതായ രൂപത്തെ മനുഷ്യരുടെ ഇടയ്ക്ക് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇളിച്ചു കൊടുത്തോണ്ടുള്ള സുന്നി സന്ദേശ അത് ചെമ്മ ആൾമാർ ധരിച്ചിട്ടുള്ളത് ധാരാളം കാസുണ്ട്. അതിലെ പിറകിൽ ചെന്നിട്ട് നിപ്പട്ട നടപ്പാക്കിയത് പോലെ ഇപ്പം ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളെ സാക്ഷി നിപ്പാട്ടി ചെന്നോണ്ടുള്ളത് സുന്നി സന്ദേശ ഈ 14 വർഷത്തിൽ 2000, 3000, 5000, 7000 കട അല്ലാണ്ട് ലാഭത്തിൽ നടന്ന പേപ്പർ അല്ല. ബദലുക്ക് സുന്നി സന്ദേശത്തിലെ പേപ്പർ ഉസ്താദ്മാർ തിങ്ങളിൽ കിട്ടിയ ശമ്പളത്തിൽ ഒരംശ ആ കടത്തെ ഭർത്തിയാക്കുവാനായിട്ട് പ്രസ്സും പ്രിന്റിങ്ങും ഭർത്തിയാക്കുന്നത് കൈയുടെ കാസിട്ടിട്ട് തുടങ്ങിയത് ഇണ്ടും HM സ്വരൂപത്തിൽ ലാഭത്തെ ഉളിത്തായത്തെ ഒരു ബാണ്യ ആയിട്ട് ഇല്ല സുന്നി സന്ദേശ. ഇപ്പോഴും ഈ സമസ്തത്തെയും സുന്നത്ത് ജമാഅത്തിനെയും പരിശുദ്ധ ഇസ്ലാമുടെയും സന്ദേശ ജനസമുദായത്തെ ഇടക്ക് എത്തുപാട്ടി കൊടുക്കുവാനായിട്ട് കഷ്ടത്തിലെ സുന്നി സന്ദേശം നടന്നുകൊണ്ടുള്ളത്. ഇത് ഖിയാമത്ത് നാളത്തോളം ബേണുച്ചളുടെ ചലത്തിലും ഹഠത്തിലുമായിട്ട് ഇവിടെ ഈ സുന്നി സന്ദേശത്തെ ഇപ്പോഴും നടപ്പാട്ടി പോയിട്ടുള്ളത്. മാഷാ അല്ലാ, ഇതിന്റെ ആയിരക്കണക്കിന് ആൾമാർ ആശീർവാദവും ബെമ്പളവും പൂർണ്ണ സഹകാരവും സുന്നി സന്ദേശം കൊണ്ടു സ്വതന്ത്രമായിട്ടുണ്ട്. ഓഫീസ് അതിരെ പിറകിലുണ്ട്. ഈ സുന്നി സന്ദേശത്തെ 12 വർഷത്തെ ഈ സുദീർഘ യാത്രയിൽ പ്രത്യേകമായിട്ട് അഭിനന്ദനാക്കാനായത് ഞങ്ങളെ മുസ്തഫ ഫൈസി കിന്യ ജാവുമ്പോഴും ഓടി നടന്നോണ്ടു. എപ്പോഴും കയ്യിലൊരു പെട്ടിക്കോ ഒരു ചെറിയൊരു ബാഗിക്കോ അതിൽ സുന്നി സന്ദേശ 6 കണ്ട്യവും ബായിൽ പണ്ടത് സുന്നി സന്ദേശവും സമസ്തയും ആ മുസ്തഫ ഫൈസിരെ ബായിൽ പണ്ടത് സുന്നി സന്ദേശ സമസ്ത 6 കണ്ടെങ്കും ആ രൂപത്തിൽ ഇണ്ടും ഇത്രയുള്ള ആൾമാർ സേർവനോട്ട് കണ്ടെങ്കിൽ ഓരോരുത്തരെ കണ്ടിട്ട് തിരിഞ്ഞിട്ട് നാളെക്കല്ലെ കാര്യക്രമത്തേക്ക് പറഞ്ഞു ചെന്നൊരു പ്രത്യേക നടപ്പാക്കിയിട്ടുള്ളേ ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസിരെ മറക്കാവില്ല. എല്ലാവരെയും ദുആ വേണോ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരും പ്രത്യേക ദുആറക്കും അല്ലാഹു തആല മുസ്തഫ ഫൈസിക്കും അതിലെ പിറകിലിന് അണിയറ ശില്പിമാർക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യുമാറാവട്ടെ ചെന്നിട്ട് പ്രത്യേക പ്രാർത്ഥന ആക്കിയിട്ട് സുന്നി സന്ദേശത്തെ ഇല്ലാണ്ടാക്കുക വേണ്ടിയിട്ട് ചൊമ്മ ശത്രുടങ്ങ സമസ്തത്തെ വിരോധിമാർ പ്രയത്നാക്കിയറ് അതേ രൂപത്തിൽ സുന്നി സന്ദേശത്തിൽ പണ്ടേ ലേഖന ചൊമ്മ ആളുമാരെ സമസ്ത വിരോധിമാരെ അതല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിലെ വിരോധിമാരെ ഹൃദയത്തിക്ക് ആണി അടിച്ചതുപോലെ ആയോണ്ടിന്ത് സുന്നി സന്ദേശത്തെ ഓരോ ശബ്ദവും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാളത്തോളം സമസ്തത്തെ ഒരു മുഖവാണി പോലെ സമസ്തത്തെ ഏത് ആദർശത്തെയും പ്രചാരാക്കുന്നത് പോലെ സുന്നത്ത് ജമാഅത്തിലെ മുഖവാണി പോലെ ഇന്നും സുന്നി സന്ദേശ ഈ സമുദായത്തെ ഇടലിക്കൂ. ಅದಕ್ಕೆ ಬೇണ്ടിಟ್ಟು ಎಲ್ಲರೂ ಸಹಕಾರ ತರನು, ಎಲ್ಲರೂ ದುವಾರ ಕೊಣಿಸಿದ್ದು ಪ್ರತ್ಯೇಕ ನೆನಪಾಕಿಟ್ಟು ಇಂದು ഞങ്ങളെ മുഖ്യ അതിഥിയായിട്ട് ബന്നെ ബഹുമാനപ്പെട്ട റഷീദ് ഹാജി ഉള്ളാള ജണ്ട് പലക്ക നമുക്ക് ചൊല്ലുവാനായിട്ട് ನಾನು പോഡിയംക്ക് ನಾನು വിളിച്ചോണ്ടുള്ളേ. ಸುನ್ನಿ ಸಂದೇಶ 14ನೇ ಸಂಭ್ರಮದ ಪ್ರಯುಕ್ತ ಕೆಲವೊಂದು ಸಾರಥಿಗಳಿಗೆ ಸನ್ಮಾನ ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಂಡಂತ ಈ ಕಾರ್ಯಕ್ರಮದ ವೇದಿಕೆ ಮೇಲೆ ಉಪಸ್ಥಿತರಿರುವಂಥ ಎಲ್ಲ ನನ್ನ ಹಿರಿಯ ಉಸ್ತಾದರುಗಳೇ, ಎಲ್ಲ ಧಾರ್ಮಿಗಳೇ, ಅದೇ ರೀತಿ ಎಲ್ಲ
ರೀತಿಯ ಮುಖಂಡರುಗಳೇ, ಸಮಸ್ತದ ಎಲ್ಲ ಹಿರಿಯ ಪದಾಧಿಕಾರಿಗಳೇ, ಇಲ್ಲಿ ಸೇರಿದಂಥ ಎಲ್ಲ ನನ್ನ ಹಿರಿಯ ಸಹೋದರರೇ ಹಾಗೂ ಮುಂಭಾಗದಲ್ಲಿರುವಂಥ ಎಲ್ಲ ನನ್ನ ಉಸ್ತಾದುಗಳವರೇ, ನಾನು ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಹಳ ತಡವಾಗಿ ಬಂದದಕ್ಕಾಗಿ ತಮ್ಮಲ್ಲಿ ನಾನು ಕ್ಷಮೆಯನ್ನು ಕೋರ್ತಾ ಇದ್ದೇನೆ. ಆದರೂ ಈ ಸಮಾರಂಭಕ್ಕೆ ಬಂದು ಸೇರಲೇಬೇಕು ಅಂತ ಹೇಳುವ ಒಂದು ಉದ್ದೇಶ ಇಟ್ಟುಕೊಂಡಿದ್ದರಿಂದ ನಾನು ಈಗ ತಡವಾಗಿ ಬಂದಿದ್ದೇನೆ. ಈ ವೇದಿಕೆ ಮೇಲೆ ನೀವು ಹೆಚ್ಚಿನ ಮಾತಾಡುವಂಥ ಅಗತ್ಯ ಕಾಣುವುದಿಲ್ಲ. ಯಾಕೆಂತ ಹೇಳಿದರೆ ಎಲ್ಲ ಹಿರಿಯ ಆಲಿಮ್ಗಳಿಂದ ನೀವೆಲ್ಲ ಬೇಕಾದಷ್ಟು ವಿಚಾರಗಳನ್ನು ತಿಳ್ಕೊಂಡಿದ್ದೀರಿ. ಅದೇ ರೀತಿ ಹಿರಿಯ ಮುಖಂಡರು ಕೂಡ ತಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತಾಡಿರ್ಬೋದು. ನಾನು ಉಳ್ಳಾಲ ಕೇಂದ್ರ ಜುಮ್ಮಾ ಮಸೀದಿ ಮತ್ತು ಸೈಯದ್ ಮೊಹಮ್ಮದ್ ಶರೀಫುಲ್ ಮದನಿ ತಂಗಲ್ರವರ ಆಡಳಿತ ಸಮಿತಿಯ ಅಧ್ಯಕ್ಷನಾಗಿದ್ದಕ್ಕಾಗಿ, ತಾವು ಆಗಿದ್ದಕ್ಕಾಗಿ ಬಹಳಷ್ಟು ನೀವು ದುವಾ ಮಾಡಿದ ಕೂಟದಲ್ಲಿ ಇದ್ದೀರಿ ಅಂತ ಹೇಳುವಂಥದ್ದು ನನಗೆ ಗೊತ್ತಿದೆ. ಅದಲ್ಲದೆ ನೀವು ಇವತ್ತು ನನಗೆ ಒಂದು ಸನ್ಮಾನ ಮಾಡಬೇಕು ಅಂತ ಸನ್ಮಾನ ಮಾಡಿದ್ದೀರಿ. ಸನ್ಮಾನ ಮಾಡಿದ ಮೇಲೆ ಒಂದೆರಡು ಮಾತು ನಾನು ಸನ್ಮಾನ ಸ್ವೀಕರಿಸಿದ್ದಕ್ಕೆ ಹೇಳಬೇಕಾಗ್ತದೆ. ನೀವು ಕೊಟ್ಟ ಪ್ರೀತಿ, ನೀವು ಕೊಟ್ಟಂಥ ಬೇಡಿದಂಥ ದುವಾ, ಈ ಸನ್ಮಾನಕ್ಕಾಗಿ ನಾನು ತಮಗೆ ಯಾವಾಗಲೂ ಋಣಿಯಾಗಿದ್ದೇನೆ. ನಾನು ನಿಮ್ಮನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇನೆ. ಇಲ್ಲಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಚ್ಛೆ ಪಡುವಂಥದ್ದಿಷ್ಟೇ, ನಾನು ಮೊನ್ನೆ ಕೂಡ ನಮ್ಮ ಉಳ್ಳಾಲದಲ್ಲಿ ಹೇಳಿದ್ದೇನೆ, ನಮ್ಮ ಊರು, ನಮ್ಮ ತಾಲೂಕು, ನಮ್ಮ ಜಿಲ್ಲೆ ನಾವು ಸೌಹಾರ್ದತೆಯಿಂದ ಬಾಳಲಿಕ್ಕೆ ನಾವು ನಮ್ಮ ಇಸ್ಲಾಂ ಧರ್ಮದಲ್ಲಿ ತೋರಿಸಿಕೊಟ್ಟಂಥ ಆ ಭಾವೈಕ್ಯತೆಯನ್ನು ನಾವು ಯಾಕೆ ಮರೀತೇವೆ ಅಂತೇಳಿ ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ. ಅದನ್ನು ನಾವು ನಮ್ಮ ಜನರಲ್ಲಿ ಆ ಸೌಹಾರ್ದತೆಯನ್ನು ಮಾಡಲಿಕ್ಕೆ ತಾವೆಲ್ಲ ಕೆಲಸ ಮಾಡಬೇಕು ಅಂತ ಹೇಳಿಕೊಂಡು, ಇಸ್ಲಾಂ ಧರ್ಮವು ಯಾವತ್ತೂ ಕೂಡ ಒಬ್ಬರನ್ನು ದ್ವೇಷ ಮಾಡಲಿಕ್ಕೆ, ಒಬ್ಬರ ವಿರುದ್ಧ ಗೀಬತ್ ಹೇಳಲಿಕ್ಕೆ ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥ ಬೋಧನೆಯನ್ನು ಕಲಿಸಿದಂಥ ನಮ್ಮ ಧರ್ಮ, ಅಥವಾ ಅನ್ಯ ಧರ್ಮೀಯರನ್ನು ಕೂಡ ನಾವು ಪ್ರೀತಿಸಬೇಕು ಅಂತ ಹೇಳುವಂಥ ಧರ್ಮ, ಅವರವರ ಧರ್ಮವನ್ನು ಅವರವರು ರಕ್ಷಣೆ ಮಾಡುವುದರಲ್ಲಿ ತಪ್ಪಿಲ್ಲ ಅಂತ ಹೇಳುವಂಥ ನಮ್ಮ ಧರ್ಮದ ಅನುಯಾಯಿಗಳಾದ ನಾವು ಇಸ್ಲಾಮಿನ ಚೌಕಟ್ಟಿನಿಂದೊಳಗಿರುವಂಥ ವ್ಯವಸ್ಥೆಯಲ್ಲಿ ಹೋಗುವಾಗ ಒಂದು ವೈಷಮ್ಯವನ್ನು ಬೆಳೆಸಿಕೊಂಡು, ಇಲ್ಲ ಸಲ್ಲದ ಅಪಾದನೆಗಳನ್ನು ಮಾಡಿಕೊಂಡು ವೈರತ್ವವನ್ನು ಸಾಗಿಸುವಂಥ ಕೆಲಸ ಮಾಡಿದರೆ ನಮ್ಮ ಇಸ್ಲಾಮಿನ ಬಗ್ಗೆ ನಾವು ಪ್ರಶ್ನೆ ಮಾಡುವಂಥದ್ದು ಅಗತ್ಯ ಇದೆ ಅಂತ ಹೇಳುವ ಮಾತನ್ನು ನಾನು ಒತ್ತಿ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೆ. ಅದಕ್ಕಾಗಿ ನಾನು ಇಲ್ಲಿ ಸೇರಿದ ನನ್ನ ಸಮಸ್ತ ಸಹೋದರರಲ್ಲಿ ನಾವು ವಿನಂತಿ ಮಾಡುವಂಥದ್ದು, ಯಾವುದೇ ವಿಚಾರ ಇದ್ದರೂ ಕೂಡ ಎಲ್ಲವನ್ನೂ ಬದಿಗೊತ್ತಿಕೊಂಡು ನಾವೆಲ್ಲ ಮುಸಲ್ಮಾನರು ಅಂತ ಹೇಳುವಂಥ ಇಸ್ಲಾಂ ಧರ್ಮದ ಚೌಕಟ್ಟಿನಲ್ಲಿ ಪ್ರೀತಿಯಿಂದ ಸಹೋದರರಿಂದ ಬಾಳಲಿಕ್ಕೆ ಆ ಒಂದು ಕೆಲಸವನ್ನು ಕೂಡ ನೀವು ಮಾಡಬೇಕು ಅಂತ ಹೇಳಿ ನನಗೆ ಈ ಒಂದು ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟದ್ದಕ್ಕಾಗಿ ನಾನು ವಂದನೆ ಮಾಡುವುದರೊಂದಿಗೆ, ಶುಕ್ರಿಯಾತ್ ಹೇಳುವುದರೊಂದಿಗೆ, ನಾನು ಈ ದರ್ಗಾದ ಅಧ್ಯಕ್ಷ ಆದ ಮೇಲೆ ಉಳ್ಳಾಲದಲ್ಲಿ ಮೊನ್ನೆ ಆಲಿಕುಟ್ಟಿ ಉಸ್ತಾದ್ರವರು ಬಂದರು. ನನಗೆ ಬಹಳ ಖುಷಿಯಾಯಿತು. ಅವರ ಬಗ್ಗೆ ನಾನು ಸ್ವಲ್ಪ ಹೊರಗಿಂದ ತಿಳಿದರೆ ನಾನು ಮುಖತಃ ಕಂಡಿಲ್ಲ ಇತ್ತು. ಅವರು ಬಂದು ನನಗೆ ಮಾತಾಡಿದಾಗ, ಅವರ ದುವಾ ಸಿಕ್ಕುವಾಗ ನನಗೆ ಬಹಳ ಖುಷಿಯಾಯಿತು. ಅದರ ನಂತರ ಮೊನ್ನೆ ನಮ್ಮ ಮಂಗಳೂರಿನ ಕಾಜಿಗಳಾದ ತ್ವಹಾ ಉಸ್ತಾದ್ರವರು ಬಂದು ನಮ್ಮಲ್ಲಿ ಭೇಟಿ ಮಾಡಿ ನಾವು ಕೂಡ ಅವರನ್ನು ಪ್ರೀತಿಯಿಂದ ಆದರದಿಂದ ಸ್ವಾಗತಿಸಿದ್ದೇವೆ. ಅವರು ಕೂಡ ನಮಗೆ ದುವಾ ಮಾಡಿದರು. ಅದೇ ರೀತಿ ನಮ್ಮ ಉಳ್ಳಾಲ ದರ್ಗದಲ್ಲಿ ಸರ್ವರಿಗೂ ನಮ್ಮಲ್ಲಿ ಸ್ವಾಗತ ಇದೆ. ನೀವು ಯಾರೂ ಕೂಡ ಉಳ್ಳಾಲವನ್ನು ಬೇರೆ ಒಂದು ದೃಷ್ಟಿಯಲ್ಲಿ ನೋಡುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ ಅಂತ ಹೇಳುವ ಮಾತು ಹೇಳಿ ನನ್ನ ಮಾತಿಗೆ ಪೂರ್ಣ ವಿರಾಮ ಆಗ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. മാഷാ അല്ലാ, നാമൊക്കെയും കാത്തു നിന്നിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുസമദ് പൂക്കോട്ടൂർ സാഹിബ് വേദിയിലെത്തിയിരിക്കുകയാണ്. അള്ളാഹു തആല ആഫിയത്തോടു കൂടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമദ് സാഹിബിനെ ഞാൻ പ്രത്യേകിച്ചിട്ടും സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്.
ബഹുമാനപ്പെട്ട ഉള്ളാള പ്രസിഡന്റ് റഷീദ് ഹാജി അവർക്ക് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് ഷാള് അണിയിച്ച് മെമ്മന്റോ നൽകി ആദരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട റഷീദ് ഹാജി അവർ അതിനുവേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകളെ കൊണ്ട് ആശംസ നൽകാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട BK അബ്ദുൽ ഖാദർ ഖാസിമി ബമ്പറൻ ഉസ്താദ് അവർ ക്ഷണിച്ചുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ സ്റ്റേജിലേക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സമർത്ഥനായ നായകന്മാർ ബഹുമാനപ്പെട്ട KS ഇസ്മായിൽ ഹാജി കല്ലടുക്ക, ഹാജി G അബൂബക്കർ ഗോൾത്തമജിൽ അവർ കടന്നു വന്നിരിക്കുന്നു. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കർണാടക ഇസ്ലാമിക് സാഹിത്യ അക്കാദമിക്ക് വേണ്ടിയിട്ടും സുന്നി സന്ദേശത്തിന് വേണ്ടിയിട്ടും അവർ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബമ്പറാൻ ഉസ്താദ് നമ്മുടെ മുമ്പിൽ. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താനല്ല ഞാൻ നിന്നത്. നാം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ കാത്തുനിന്നിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അവറുകൾ നമ്മുടെ ഈ വേദിയിൽ അദ്ദേഹം സാന്നിധ്യം വഹിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സാരസമ്പൂർണമായ പ്രസംഗം നമുക്ക് കേൾക്കാനുണ്ട്. നമ്മുടെ കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിനെ പരിചയപ്പെടുത്തുന്ന ഒരു പത്രവും ഇല്ലാത്ത ഒരു സമയത്ത് സുന്നത്ത് ജമാഅത്തിനെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെയും പരിചയപ്പെടുത്താൻ വേണ്ടി സുന്നി സന്ദേശം എന്ന പേരിൽ ഒരു പത്രം കുറഞ്ഞ പേരെ കൊണ്ട് അത് തുടങ്ങുകയും ഇന്ന് നമ്മുടെ കർണാടകയിൽ അത് വലിയൊരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 മുശാവറ പണ്ഡിതന്മാർ ആരാണ് എന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് അധിക പേരുടെയും പേരെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതെല്ലാം സമൂഹത്തിന് ഓരോ പണ്ഡിതന്മാരെയും പരിചയപ്പെടുത്തി, സമസ്തയെ പരിചയപ്പെടുത്തി ഇവിടെ വലിയ ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പത്രം അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരേക്കും അല്ലാഹു നിലനിർത്തി തരട്ടെ. ഈ സുന്നി സന്ദേശത്തിന്റെ 14ാം വാർഷികവും അതോടുകൂടെ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ഒരു സ്വീകരണം, ആദരിക്കൽ ചടങ്ങും ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനു വേണ്ടി അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അവറുകൾ പത്രം കൊണ്ട് സമസ്ത നേടിയെടുത്ത നേട്ടങ്ങൾ എന്താണ് എന്നും നമ്മിൽ നിന്ന് ഈയിടയ്ക്ക് വഫാത്തായിപ്പോയ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അവരുടെ മഹത്വങ്ങളെല്ലാം മഹാനവറുകൾ വിശദീകരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഹാജി KS ഇസ്മായിൽ കല്ലടുക്ക അവർക്കും ഹാജി G അബൂബക്കർ ഗോൾത്തമജൽ അവർക്കും കർണാടക ഇസ്ലാമിക് സാഹിത്യ അക്കാദമിയുടെയും സുന്നി സന്ദേശത്തിൻ്റെയും ഒരു സ്മരണിക നൽകി ആദരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതേപോലെ ഹാജി അബൂബക്കർ ഗോൾത്തമജൽ അവർക്കും സ്മരണിക നൽകി ആദരിക്കണമെന്ന് ക്ഷണിച്ചുകൊള്ളുന്നു. ബിബറകത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്
الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل ولا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون صدق الله مولانا العلي العظيم. അനുഗ്രഹീതമായ നമ്മുടെ ഈ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള പ്രിയപ്പെട്ട ദക്ഷിണ കന്നഡയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭരായ നേതാക്കൾ, പണ്ഡിതന്മാർ, വേദിയിൽ പേരെടുത്ത് പറയേണ്ട ഒട്ടനവധി നേതാക്കൾ തന്നെ ഉള്ളതുകൊണ്ട് മഗ്‌രിബിന് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കേണ്ടതുകൊണ്ടും ഈ സന്ദർഭത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഉള്ള സമയം ഉപയോഗപ്പെടുത്തണമെന്ന ലക്ഷ്യത്തിലും ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. സദസ്സിലും ഈ വേദിയിലും ഉള്ള മുഴുവൻ ആളുകളെയും റബ്ബ് തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലാണ്. ആ മഹാപ്രസ്ഥാനത്തെ നയിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് ദീനീ ഖിദ്മത്ത് ചെയ്ത് ഈമാനോടെ മരണപ്പെടാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ. ദോഷങ്ങളൊക്കെ റബ്ബ് പുറത്തു തരുമാറാവട്ടെ. ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഞാൻ വരുമ്പോൾ തന്നെ എന്നോട് രണ്ട് കാര്യം പ്രത്യേകമായി സൂചിപ്പിച്ചതിൽ ഒന്ന്, ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മെമ്പറും നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നമുക്ക് കരുത്ത് പകരുന്ന വ്യക്തിയുമായ കല്ലടുക്കയിലെ ഹാജി ഇസ്മായിൽ സാഹിബിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു ആ മഹദിക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, അവരുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. നമുക്കും അദ്ദേഹത്തിനും ആ ഉമ്മയെ സ്വർഗത്തിൽ കാണുവാൻ തൗഫീക്ക് തരണേ തമ്പുരാനെ. മറ്റൊന്ന്, അബൂബക്കർ ഹാജി സാഹിബ് തൻ്റെ ഒരു കുട്ടിയുടെ രോഗത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു. മകളുടെ രോഗത്തെക്കുറിച്ച് പടച്ച തമ്പുരാൻ ആ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, പടച്ച റബ്ബ് സമത്തയുടെ ഹക്ക് കൊണ്ട്, അള്ളാഹുവിൻ്റെ അമ്പിയ ഔലിയാക്കന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഷിഫാഹിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. 1.5 ദശാബ്ദത്തോളമായി ഇവിടെ വളരെ മനോഹരമായി സുന്നി സന്ദേശം എന്ന ഒരു പത്രിക നമ്മുടെ സമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ നേതാക്കളെ പരിചയപ്പെടുത്തിക്കൊണ്ടും നമുക്കിടയിൽ വളരെ മനോഹരമായി ദീനി ദഅവത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഒരു നേട്ടവും ആഗ്രഹിക്കാതെ, അതുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാക്കണമെന്ന് ആധുനിക പത്രപ്രവർത്തകരെ പോലെ ചിന്തിക്കാതെ, വളരെ നല്ല രീതിയിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന തരത്തിൽ കർണാടകയിലുള്ള ചുരുക്കം മലയാളികൾക്കിടയിൽ വളരെ മനോഹരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പത്രം 1.5 ദശാബ്ദത്തോളം പിന്നിട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി ഓടി നടന്നവർ, അവർക്കൊക്കെ പടച്ച റബ്ബ് ഖൈർ കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ് നമ്മളോട് പറയും, മിനന്നാശി മൻ യസ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമിനന്നാസ്, ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട്, വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ്, വിനോദ വൃത്താന്തങ്ങൾ വില കൊടുത്തു വാങ്ങുന്നവർ. വെറുതെ ഇങ്ങനെ മാസിക വാങ്ങും, വെറുതെ ഇങ്ങനെ വാരിക വാങ്ങും. എന്തിന്? വിനോദത്തിന് വേണ്ടി, കളിക്കാൻ വേണ്ടി, തമാശയ്ക്ക് വേണ്ടി, എന്തെങ്കിലുമൊക്കെ കോമഡിക്ക് വേണ്ടി, അല്ലെങ്കിൽ നോവൽ വായിക്കാൻ വേണ്ടി അങ്ങനെ വാങ്ങുന്ന ആളുകളുണ്ട്. വമിനന്നാസി മൻ യസ്തരി ലഹുവൽ ഹദീസ്,
ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ വിനോദ വൃത്താന്തങ്ങൾ, കളിതമാശകൾക്ക് വേണ്ടി, വെറുതെ സമയം പോക്കുന്നതിന് വേണ്ടി ഇത്തരം പത്രികകൾ അടിച്ചിറക്കുന്നവരും അത് വില കൊടുത്ത് വാങ്ങുന്നവരുമുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണത്. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തെറ്റിപ്പിക്കാനുള്ള വഴിയാണത്. വയത്തഹിദഹാ ഹുസ്വാ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിഹസിക്കുന്ന മാർഗമാണത്, ദീനിനെ പരിഹസിക്കുന്ന വഴിയാണത്. എന്നിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമിനന്നാസി മൻ യസ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ. ആ വിഭാഗത്തിലുള്ള ശിക്ഷ അദാബും മുഹീനാണ്, അപമാനകരമായ ശിക്ഷ അവർക്ക് പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് പടച്ചറബ് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സമൂഹത്തിന് ഉപകരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് കൊടുക്കേണ്ടത്. ദഅവത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് വരമൊഴി. അഥവാ നമുക്കെന്തെങ്കിലും എഴുതി അറിയിക്കാൻ, നമ്മുടെ വിഷയങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ. ഇപ്പം തന്നെ സുപ്രഭാതം പത്രം നമ്മൾ തുടങ്ങിയപ്പോൾ ആ മലയാളക്കരയിൽ സുപ്രഭാത പത്രത്തിന് എത്രമാത്രം പ്രാധാന്യമാണുള്ളത്, എന്തുമാത്രം മനോഹരമായിട്ടാണ് ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നത്. ആ ഒരു സമീപനം ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ വായിക്കാൻ താല്പര്യമുള്ള നല്ലൊരു സമൂഹം നമുക്കിടയിലുണ്ട്. ആ വായനാ തൽപരത മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് നല്ലത് വായിക്കാൻ കൊടുക്കാൻ, പ്രത്യേകിച്ച് നമ്മളൊക്കെ പരിശുദ്ധ ഖുർആന്റെ വക്താക്കളാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഉപയോഗിച്ച പദം ഇഖ്റ, നിങ്ങൾ വായിക്കണമെന്നാണ്. അങ്ങനെ പറഞ്ഞൊരു മതവും ദുനിയാവിലില്ല. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ ഈ ഒരു മതം മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ. നിങ്ങൾ വായിക്കുക, വായിക്കുക, പഠിക്കുക, കൂടുതൽ കൂടുതൽ അറിവ് നേടുക. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച എത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. നമുക്ക് ദൈനംദിനമായി എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതുപോലെ നമ്മുടെ നേതാക്കളുടെ സ്വഭാവം, അതുപോലെ തന്നെ സമത്വയുടെ ചരിത്രം, ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന വലിയ ഒരു ദൗത്യമാണ്. ശരിക്ക് കണ്ടോ, കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് ദീർഘമായ ലേഖനമുണ്ട്. ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചും പൂർവിക നേതാക്കളെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ച ഒരു മനോഹരമായ വാരികയാണിത്. അതുകൊണ്ട് മനോഹരമായ മാസിക. ഈ സുന്നി സന്ദേശം എന്ന് പറയുന്നത് സത്യത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശമാണ്, അത് ദീനിൻ്റെ സന്ദേശമാണ്, അത് ദഅവത്തിൻ്റെ സന്ദേശമാണ്. അള്ളാഹു ആ പത്രികയെ ഇനിയും ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമാറാവട്ടെ. അതിന് ഖിദ്മത്ത് ചെയ്യുന്നവർക്കൊക്കെ പടച്ച റബ്ബ് തുല്യ പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ. അള്ളാഹുവേ, ഇത് വാങ്ങുന്നവർക്കും ഇത് പ്രസിദ്ധീകരിക്കുന്നവർക്കും ഇതിൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എഴുതുന്നവർക്കുമൊക്കെ നിന്റെ ദീൻ പ്രചരിപ്പിച്ചതിൻ്റെ മഹത്തായ പ്രതിഫലം രണ്ടു വീട്ടിലും നീ നൽകണേ തമ്പുരാനെ. ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. 14 കൊല്ലമൊക്കെ ഒരു പത്രം ഇങ്ങനെ മുടങ്ങാതെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമാണ്. പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ലേഖനങ്ങൾ സമയത്ത് കിട്ടണം, ആകർഷകമായി ലേ ഔട്ട് ചെയ്യണം, അത് കാലികമായിരിക്കണം, തെറ്റുകൾ വരാൻ പാടില്ല. ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇത്തരം ഒരു സംഗതി ചെയ്യുമ്പോൾ വലിയ വലിയ പ്രയാസങ്ങളുണ്ടാവും. എന്നിരുന്നാൽ കൂടി ആ ദൗത്യം ക്രമത്തിലും കൃത്യമായി നിർവഹിച്ച ഇതിൻ്റെ നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നേർപാത പ്രചരിപ്പിക്കൽ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ പാത സമൂഹത്തിന് എത്തിച്ചു കൊടുക്കൽ. അതാണ് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ദൗത്യം. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്നത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപണ്ഡിതനായിരുന്ന ഈയിടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ചാണ് ഒന്ന്. അതുപോലെ തന്നെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചാണ് ഒന്ന്. ആ മഹത്തുക്കളെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സേവന സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിരിക്കും, ജീവിതത്തിൽ ഒരിക്കലും കടം വാങ്ങാത്ത മനുഷ്യൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരാളോടും ബഹുമാനപ്പെട്ട ഒരു കടം വാങ്ങിയിട്ടില്ല. കടമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കെ ഒരിക്കലും മദീനത്തപ്പള്ളിയിൽ ഊത്തിയ ബിജനാസത്തിൻ, ഒരു മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ മയ്യത്ത് വെച്ചുകൊണ്ട് പുണ്യ സ്വഹാബത്തെ നിസ്കരിക്കാൻ വേണ്ടി പരിശുദ്ധ ഹബീബിനെ ക്ഷണിച്ചു. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, അയാൾക്ക് കടമുണ്ടോ എന്ന് നോക്കണം. അയാൾക്ക് കടമുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ കടമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. വീട്ടാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് ചോദിച്ചു നബി തങ്ങൾ. ഇല്ലെന്നവർ പറഞ്ഞു. തിരുദൂതർ പറഞ്ഞു, സൊല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേരിൽ നിങ്ങൾ തന്നെ നിസ്കരിച്ചു കൊള്ളുക, ഞാനില്ല. കടം അത് ബാക്കി വെച്ചുകൊണ്ട് ഒരാളുടെ മേൽ നിസ്കരിച്ചിട്ട് ഫലമില്ല. ഇത് പരിശുദ്ധ തിരുദൂതരംഗ പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ നിസ്കരിച്ചിട്ട് എന്താ ഫലം? അപ്പോഴാണ് അവർ പരിശുദ്ധ ഹബീബിനോട് പറഞ്ഞു, നബി എന്തു ചെയ്യണം? അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞു, കടമൊരാൾ ഏറ്റെടുക്കണം.
മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ ദൈനുഹു അലയ്യ ദൈനുഹു, നബിയെ അവന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയെ, ആ മനുഷ്യന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മേൽ നിസ്കരിക്കാൻ വേണ്ടി നബി തങ്ങൾ കടന്നു വന്നു. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ കടത്തിന്റെ ഗൗരവം കൊണ്ടോ ആയിരിക്കാം ഒരിക്കൽ പോലും അദ്ദേഹം കടം വാങ്ങിയിട്ടില്ല എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതും പത്രത്തിൽ എഴുതിയതുമായ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം അദ്ദേഹം കൊടിഞ്ഞിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കൊടിഞ്ഞിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വീട്ടിലേക്ക് പോകും. എല്ലാ വ്യാഴാഴ്ചയും വീട്ടിൽ അദ്ദേഹം 1000 രൂപ കൊടുക്കും. 1000 രൂപ വീട്ടിൽ കൊടുക്കുന്ന വീട്ടു ചെലവിനാ. പിന്നെ പിറ്റത്തെ ആഴ്ച ചെല്ലുമ്പോഴേ കൊടുക്കൂ, കുറെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ആ ആഴ്ച അദ്ദേഹം പോകുമ്പോൾ 1000 രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. 1000 രൂപ വീട്ടിൽ കൊടുക്കണം, പക്ഷെ പണമില്ല. സത്യത്തിൽ